എന്നെയും എൻ്റെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് മേരി, ഞാൻ ചൈനയിൽ നിന്ന് വരുന്നു, ഹോങ്കോങ്. ഞാൻ 2018 കൃപാസനത്തെപ്പറ്റി അറിയുന്നത്. അന്ന് എനിക്കൊരു 2 വയസ്സും 4 വയസ്സുള്ള കൊച്ചുമായിട്ടാണ് ഞങ്ങളിവിടെ വരുന്നത്. പോസ്റ്റ് ഡെലിവറി ഡിപ്രഷനായും ജോലിയുടെ പ്രഷറുകാരും ഒക്കെ ആയി ഒത്തിരി സങ്കടത്തോടെ വന്നാണ് 6 മാസം നോ പേ ലീവ് എടുത്ത് വരുന്ന കാലഘട്ടത്തിലാണ് ഞാൻ കൃപാസനത്തെപ്പറ്റി എൻ്റെ സിസ്റ്റർ-ഇൻ-ലോയുടെ ഫാമിലി വഴി അറിയുന്നത്. അങ്ങനെ ഞാനിവിടെ വന്ന അന്ന് എനിക്ക് ഭയങ്കര ക്രൗഡായിരുന്നു. ഞാൻ എൻ്റെ അസ്വസ്ഥത കൊണ്ട് ഞാനിവിടെ ആരോടൊക്കെ ചോദിച്ചു അച്ഛനെ കാണാൻ പറ്റുമോയെന്ന്. അത് എൻ്റെ അവസ്ഥ കണ്ട് തന്നെ ആ സിസ്റ്റർ ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് കാണുന്നതാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അന്ന് അച്ഛൻ ഞങ്ങളെ വഴക്ക് പറഞ്ഞു. പക്ഷേ പിന്നീട് ഞാൻ പോയി തിരിച്ച് ഞാൻ തന്നെ വന്ന് ഉടമ്പടി എടുത്തു. അന്ന് ഞങ്ങൾ ബന്ധുക്കളുടെ വീടുകളിലൊക്കെ ആയിരുന്നു പോകുന്നത്. അന്ന് ഞങ്ങൾക്ക് സ്വന്തമായൊരു വീടില്ല. ഞാനപ്പോൾ ഒരു വീട് വേണമെന്നുള്ളത് ഞാൻ എഴുതിയായിരുന്നു. എൻ്റെ 2 പിള്ളേർക്കും എക്സീമ ഉണ്ടായിരുന്നു. എക്സീമ മാറണമെന്ന് മാതാവിനോടൊന്ന് പ്രാർത്ഥിച്ച് എൻ്റെ ഉടമ്പടി സാക്ഷ്യത്തിൽ വെച്ചതായിരുന്നു. ഞങ്ങളറിയാതെ തന്നെ 1 മാസത്തിനുള്ളിൽ ഞങ്ങൾക്കൊരു 3 ബെഡ്റൂം ഫ്ലാറ്റ് മാതാവായിട്ട് ഒരുക്കി. അതൊന്നും ഞാൻ അന്ന് ചിന്തിച്ചില്ല. അന്നെനിക്ക് ഉടമ്പടി മര്യാദയ്ക്ക് ജീവിക്കാൻ പോലും പറ്റിയില്ല. കാരണം എൻ്റെ ശാരീരികമായ അവസ്ഥ അങ്ങനെയായിരുന്നു. ഞാൻ പിന്നെ 6 മാസം കൊച്ചുങ്ങളെ നാട്ടിൽ നിർത്തിപ്പോകാമെന്ന് ഓർത്ത് ഞങ്ങളെല്ലാവരും വീണ്ടും തിരിച്ചു പോയി. മാതാവ് എൻ്റെ കൂടെയുണ്ടെന്ന് ഞാൻ ചെറുപ്പം മുതലേ പ്രാർത്ഥിക്കുന്നതാണ്. മാതാവുമായിട്ട് ഭയങ്കര അടുപ്പത്തിലുള്ളതാണ്. പക്ഷേ കൃപാസനത്തിൽ എന്നെ എത്തിക്കുമെന്നുള്ളത് എൻ്റെ അനുഭവം ഈ കഴിഞ്ഞ വർഷങ്ങളിലാണ് ഞാൻ അറിയുന്നത്. മാതാവിൻ്റെ ഒരു പ്രത്യേക ഒരു നിയോഗമായിരുന്നു അതെന്ന്. കഴിഞ്ഞ കൊല്ലം ഞങ്ങളതുപോലെ ഇവിടെ വന്നു. പിന്നീട് ഒത്തിരി കാര്യങ്ങളൊന്നും എൻ്റെ കൊച്ചിൻ്റെ എക്സീമ പോയതാണ്. പിന്നീട് 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞ് ഞാൻ സാക്ഷ്യം പറയാനൊന്നും വന്നില്ല. അപ്പോൾ പിന്നീട് വീണ്ടും വന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അയ്യോ ഞാൻ സാക്ഷ്യം പറഞ്ഞില്ലല്ലോ, ഞാനിവിടെ വന്നില്ലല്ലോ എന്ന്. അങ്ങനെ ഞങ്ങൾ 2023 ഇവിടെ വന്നപ്പം വീണ്ടും വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടി എടുത്തു. കഴിഞ്ഞ കൊല്ലം വീണ്ടും വന്നു. അപ്പോൾ കൊച്ചിനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അന്ന് അവർക്ക് മടിയായതുകൊണ്ട് ഞാൻ വന്നില്ല. പിന്നീട് കഴിഞ്ഞ കൊല്ലം ഉടമ്പടി എടുത്തപ്പം വീണ്ടും മാതാവിനോട് പറഞ്ഞു, ഇതിൽ വന്നാൽ ഞാൻ വന്ന് സാക്ഷ്യം പറയും എന്ന് പറഞ്ഞു പോയി. ഈ കൊല്ലം വന്നത് വീണ്ടും സാക്ഷ്യം പറയാൻ എക്സീമ മുഴുവനായിട്ടും മാറി. അതെൻ്റെ ഒരു ഉടമ്പടി സാക്ഷ്യമായിരുന്നു. ഇപ്പം 13 വയസ്സായി മക്കൾക്ക്. 11-12 വയസ്സൊക്കെ ആയി. ഇപ്പം കംപ്ലീറ്റ്ലി പോയി ഒരു 5% ഉണ്ട്. ചെറുപ്പമല്ല ഉള്ളതാണ്. അപ്പോൾ അവിടുത്തെ കാലാവസ്ഥയ്ക്കും ക്ലൈമറ്റിനുമൊക്കെ ഒത്തിരി കുഴപ്പങ്ങളുണ്ട്. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ മോന് സെക്കൻഡറി സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ കഴിഞ്ഞ കൊല്ലം ഞാൻ ഉടമ്പടിയിൽ വെച്ചതാണ്. അവിടെ ഗ്രേഡിംഗ് ആണ്, ബാൻഡ് 1, 2, 3 എന്നാണ്. അപ്പം നമ്മുടെ പ്രൈമറി സ്കൂൾ 5ലെയും 6ലെയും റിസൾട്ട് അനുസരിച്ചാണ് അലൊക്കേഷൻ ഗവൺമെൻറ് ഇടുന്നത്. ഞങ്ങളായിരിക്കുന്ന ഡിസ്ട്രിക്റ്റിൽ നല്ല സ്കൂളുകൾ, കാത്തലിക് സ്കൂളിൽ പോകണമെന്ന് ഞാൻ റെക്കമെൻഡേഷനൊക്കെ നോക്കി, പാരിഷ് പ്രീസ്റ്റിൻ്റെയും ഒക്കെ റെക്കമെൻഡേഷൻ ഇട്ട് നോക്കി, ഒന്നും കിട്ടിയില്ല. അപ്പം ഇച്ചിരി നിരാശ വന്നു. പക്ഷേ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവിന് ഇഷ്ടമുള്ള ഒരു സ്കൂളിൽ എൻ്റെ മോന് അഡ്മിഷൻ കിട്ടണമെന്ന്. കിട്ടിക്കഴിഞ്ഞപ്പോൾ ആരുടെയും റെക്കമെൻഡേഷൻ കൊണ്ടല്ല, മാതാവിൻ്റെ പ്രത്യേക ഇടപെടലാന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആദ്യത്തെ ടേമിൽ അവന് C ഗ്രേഡായിരുന്നു. സെക്കൻഡ് ടേമിൽ വന്നപ്പോൾ അവന് B ഗ്രേഡായി. ഫൈനലായപ്പോൾ അവന് A ഗ്രേഡായി. അവൻ്റെ പെർഫോമൻസിൽ തന്നെ ഒത്തിരി മാറ്റങ്ങൾ വന്നു, ഇമ്പ്രൂവ്മെൻറ്റ് വന്നു. ഞാനതിന് ദൈവത്തിന് 1000 നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ ഇടപെടലിന് ഒത്തിരി നന്ദി. അവന് കിട്ടിയ സ്കൂള് ഗവൺമെൻറ് സ്കൂളാണ്. ഏറ്റവും BEN 1 സ്കൂളിൽ കിട്ടി. അതും എനിക്കൊരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ കാത്തലിക് ചേർച്ചാണ് അവൻ്റെ സ്കൂളിൻ്റെ വോളായിട്ട് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒത്തിരിക്ക് അടുത്തായിട്ട് പള്ളിയുണ്ട്. അപ്പോൾ ഞാൻ ഈശോയ്ക്ക് അതിന് ഒത്തിരി നന്ദി പറയുന്നു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാനൊരു +2 പോലെ നമ്മുടെ ഇവിടുത്തെ +2 ലെവലിലുള്ള പിള്ളേരെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. അപ്പോൾ അവിടുത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ DSE എന്ന് പറഞ്ഞാൽ ഒരു എക്സാമുള്ളൂ. 10th ക്ലാസ്സിനും +2നും കൂടി ഒറ്റ എക്സാമുള്ളൂ, ഡിസൈഡ് ഫോർ ദ യൂണിവേഴ്സിറ്റിയിലേക്ക്. അന്ന് കഴിഞ്ഞ കൊല്ലത്തെ ബാച്ചിൽ ഞാൻ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചു, എൻ്റെ പിള്ളേർക്കൊക്കെ നല്ല മാർക്ക് കിട്ടണം. ഞാൻ പഠിപ്പിക്കുന്നത് മാത്രമല്ല, ആ കൊല്ലം ഞങ്ങളുടെ സ്കൂളിലുള്ള 120 പിള്ളേർക്കും നല്ല മാർക്ക് കിട്ടി പാസ്സാകണം, നല്ല ഗ്രേഡ് കിട്ടുമെന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ എല്ലാവരും പാസ്സായി, എല്ലാവർക്കും നല്ല ലെവലിലുള്ള ഗ്രേഡും കിട്ടി. അന്ന് ഞാനത് വലിയ കാര്യമായിട്ട് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ട് പ്രാർത്ഥിച്ചു.
പിള്ളേർ പള്ളിക്കൂടത്തിൽ പോകുമ്പോൾ ഞാൻ എല്ലാ ദിവസവും വാട്സപ്പിൽ കൂടി മാതാവിൻ്റെ എന്തെങ്കിലും ഒരു വചനം ഇടും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വചനം എല്ലാ ദിവസവും പിള്ളേർക്ക് ഇടും. ഇംഗ്ലീഷിന് മാത്രമല്ല എല്ലാ സബ്ജക്റ്റിലും ഇടും. അപ്പോൾ എൻ്റെ പിള്ളേരെല്ലാവരും നല്ല രീതിയിൽ ഈവൻ വേറെ പൂറായിട്ട് പെർഫോം ചെയ്ത സബ്ജക്റ്റിലും അവർക്കെല്ലാം നല്ലൊരു അലൊക്കേഷൻസ് യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് കിട്ടി. അതുപോലെ ഈ കൊല്ലമാണ് അതിൻ്റെ മെറിറ്റ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ കൊല്ലവും നല്ലോണം നോർമലായിട്ട് പെർഫോം എന്ന് എൻ്റെ പാനൽ ഹെഡ് എന്നോട് ഇന്ന് ഈ പ്രാവശ്യത്തെ റിസൾട്ട് വന്ന് പറഞ്ഞു, കഴിഞ്ഞ കൊല്ലത്തെ റിസൾട്ട് എക്സെപ്ഷണലി എക്സലൻ്റ് ആയിരുന്നെന്ന്. അപ്പം എന്നെ പെട്ടെന്ന് ക്ലിക്കായി. ഞാൻ മാതാവിനോട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് കൊണ്ട് മാതാവ് അതിൽ പ്രത്യേകമായിട്ട് ഇടപെട്ടു. അതിനുള്ള സൈനായിട്ട് എനിക്ക് ഞാനിപ്പോൾ ഹോളിഡേയ്സിന് വരുന്നതിന് മുമ്പ് അത് പറഞ്ഞപ്പോൾ അതിന് തീർച്ചയായിട്ടും ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് മാതാവിനോട് പറഞ്ഞതാണ്. നാലാമത്തെ കാര്യം എൻ്റെ തന്നെ ജോലി സെക്യൂരിറ്റിയാണ്. ഞാനൊരു 16 കൊല്ലമായിട്ട് സെയിം സ്കൂളിലാണ് ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ മാത്രമേ ഉള്ളൂ ചൈനീസ് അല്ലാത്തത്. അപ്പോൾ ഒത്തിരി പ്രഷറുണ്ട്. കാരണം എൻ്റെ സീനിയർ ലെവലിലുള്ളതും ഒരു ജൂനിയർ 2 ടീച്ചേഴ്സിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതും സെയിം സാലറിയിൽ ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ എപ്പോഴും എനിക്ക് കൊളീഗ്സിൻ്റെ അടുത്തതായിട്ടും ഒത്തിരി പ്രഷറുണ്ട്. ഓരോ നിമിഷവും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ഞാനും എൻ്റെ ഹസ്ബൻഡും പ്രാർത്ഥിക്കുന്ന ഒരു ഇതിലായതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും മാതാവിനെ ആശ്രയിക്കും, കൊന്തചൊല്ലും. അപ്പം ഞാൻ കഴിഞ്ഞ ഉടമ്പടിയിൽ വെച്ച് എനിക്ക് ജ്ഞാനവും വിവേകവും തരണേന്ന്, പരിശുദ്ധാത്മാവിൻ്റെ കൃപ തരണേന്ന് പ്രത്യേകം എന്നോട് പ്രാർത്ഥിക്കണം. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ പോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എന്തെങ്കിലും നമുക്ക് ഉതകാത്തത് നടക്കൂ എന്നുള്ളപ്പം മാതാവ് എന്നോട് മുമ്പേ പരിശുദ്ധാത്മാവ് എനിക്ക് പ്രേരണ തരും, നീ അങ്ങനെ ചെയ്യുക, അതിലെന്തോ കുറവുണ്ടെന്നുള്ളത്. അപ്പം ഞാനതിന് മുമ്പേ ചെയ്യുന്നത് കൊണ്ട് എനിക്കതിനെ തരണം ചെയ്യാനുള്ള കൃപ മാതാവ് തരുന്നുണ്ടെന്ന് എനിക്കത് ഫീൽ ആവുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ പ്രാവശ്യം പേരൻസ് കംപ്ലയിൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് വരുമ്പോൾ ലെസൺ ഒബ്സർവേഷനായിട്ട് പ്രിൻസിപ്പൾ, പാനൽ ഹെഡ്, വൈസ് പ്രിൻസിപ്പളൊക്കെ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അന്നേ ദിവസം ഞാൻ കംപ്ലീറ്റ്ലി, ഞാനൊരു നല്ല എക്സ്പീരിയൻസ് ടീച്ചറാണ്. അപ്പം ഞാൻ നല്ലോണം ഒരുങ്ങിയാണ് പോയത്. പക്ഷേ കമ്പ്യൂട്ടർ ബ്രേക്ക് ഡൗൺ ആയി, പ്രിപ്പയർ ചെയ്ത പവർ പോയിൻ്റ് ഒന്നും കാണുന്നില്ല. പിന്നെ ക്ലാസ് റൂമിൽ ചെന്ന് കഴിയുമ്പോൾ സിസ്റ്റം ഒന്നും വർക്കൗട്ട് ചെയ്യുന്നില്ല. കംപ്ലീറ്റ്ലി 0 ലെവലിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് ആകെയുള്ള ഹാർഡ് കോപ്പിയാണ്, ഞാൻ പ്രിൻ്റ് എടുത്ത മെറ്റീരിയലുള്ളൂ. ലാസ്റ്റ് മിനിറ്റ് ആയപ്പോൾ ക്ലാസ് റൂമിൽ ചെല്ലാൻ വരെ ഞാൻ 5 മിനിറ്റ്സ് ലേറ്റായി. പക്ഷേ എനിക്ക് തന്നെ അറിയില്ല, മെൻ്റലി ഞാൻ ഭയങ്കര ഡിസ്ട്രെസ്സായി. പക്ഷേ അത് നല്ല ഭംഗിയായിട്ട് ആ ലെസൺ കഴിഞ്ഞു. എൻ്റെ പാനൽ ഹെഡ് എനിക്ക് നല്ല റെക്കോർഡ് തന്നു. പിന്നീട് അന്ന് തന്നെ എനിക്ക് റിപ്പോർട്ട് തരേണ്ടതാണ്. പക്ഷേ വൈസ് പ്രിൻസിപ്പളാണ് അക്കാഡമിക് സെക്ഷനിലുള്ള. പ്രിൻസിപ്പൾ കണ്ടു, പക്ഷേ വൈസ് പ്രിൻസിപ്പളാണ് റിപ്പോർട്ട് തരേണ്ടത്. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞിട്ടും റിപ്പോർട്ട് തന്നില്ല. ചോദിച്ചപ്പോൾ പറഞ്ഞ് ബിസിയാണ്. അപ്പം ഞാനത് ഓർക്കുന്ന ആ കുറവുകളല്ല എൻ്റെ കുറവ്, ആ പറഞ്ഞവരുടെ കുറവായി മാറ്റിയത് മാതാവിൻ്റെ ഒരു പ്രത്യേക ഇടപെടലിലൂടെയാണ് ഞാൻ വിശ്വസിക്കുന്നു. അവസാനം ഞാൻ അത് പ്രിൻസിപ്പളിനോട് പറഞ്ഞപ്പോൾ എല്ലാം നോർമലായി തന്നെ അത് സെറ്റിലായി. അതിനെല്ലാം എനിക്ക് മാതാവിനോട് ഒത്തിരി നന്ദിയുണ്ട്. കാരണം മാതാവ് എൻ്റെ ജീവിതത്തിൽ, ഞാൻ മേരിയാണ്, ഞാനെന്നും മാതാവിനെ നോക്കി വളരേണ്ട ഒരു മകളാണ്. അപ്പം ഞാൻ മാതാവിനോട് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ എക്സീമയുടെ കാര്യത്തിൽ എൻ്റെ മക്കളെ ഞാൻ എപ്പോഴും വിശുദ്ധ തൈലം വരച്ച് കുരിശ് വരയ്ക്കും. കാരണം ഞാൻ എല്ലാ വിധത്തെ ഓയിൻമെൻറ്റും ക്രീമുകളൊന്നും തേച്ചിട്ടും അതിനൊന്നും കുറവൊന്നുമില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു. പിന്നെ അവരെ കുളിപ്പിക്കുമ്പോൾ ഞാൻ വിശുദ്ധ സോൾട്ട് ഇട്ട് കുളിപ്പിക്കും. അങ്ങനെ കംപ്ലീറ്റായി അത് ഒരു ശീലമായി മാറി. അവർക്ക് ചൊറിച്ചില്ലെങ്കിൽ അവർ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ അവർക്കത് കംപ്ലീറ്റ്ലി മാറി. ഞാൻ ഈ സാക്ഷ്യത്തോടെ പൂർണ്ണമായി 95% ക്ലിയറായി. അതും കൂടി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനമായി ചെയ്യുന്നത് എനിക്ക് കഴിഞ്ഞ കൊല്ലം ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര കോഫായിരുന്നു. ഒത്തിരി മെഡിസിനൊക്കെ കഴിച്ചിട്ട് അത് പോകുന്നില്ല. അപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒന്നും അറിയാതെ തന്നെ പെട്ടെന്ന് തന്നെ അത് മാറി. 2-3 നവംബർ മാസം, ഞാനിവിടെ ജൂലൈയിലാണ് വന്നത്, നവംബർ മാസം വരെ എനിക്ക് വലിയ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ തിരിച്ച് വന്നപ്പോൾ ഞാൻ അതീവ തീഷ്ണതയോടെയാണ് ഞാൻ ചെല്ലുന്നത്. എല്ലാവരോടും കൃപാസനത്തിൻ്റെ പത്രം കൊടുക്കുന്നു, കൃപാസനത്തിൻ്റെ മാതാവിൻ്റെ മെഡൽ കൊടുക്കുന്നു. അപ്പം എനിക്ക് തോന്നി എൻ്റെ ഒരു കൊളീഗ്, ഒരു ടീച്ചർ എപ്പോഴും കോഫി ചെയ്യും. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കുഴപ്പമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർമാരെന്തോ സ്പെഷ്യൽ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു, അത് മാറിയാലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ കൃപാസന മാതാവിൻ്റെ മെഡൽ കൊടുത്തിട്ട് പറഞ്ഞു, യു കീപ് ദിസ്, യു പ്രേ. അതുപോലെ തന്നെ കൃപാസന പത്രം ചൈനീസിലുള്ളത് ഞാൻ കൊടുത്തു. അന്ന് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ
സാറ് ചുമയ്ക്കുന്നൊന്നുമില്ല. പിന്നെ ഒരു മാസം 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ആ ചുമ വന്നു. അപ്പം ഞാൻ അച്ഛനെയാണ് ഓർത്തത്. അച്ഛൻ പറയും, അച്ഛൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പക്ഷേ അച്ഛൻ്റെ രോഗത്തിനൊന്നും അച്ഛൻ പ്രാർത്ഥിക്കാറില്ല. അപ്പം ഞാൻ ഓർത്തു, മാതാവിനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് ഈ ചുമ. ഞാൻ ആൻറ്റിബയോട്ടിക്സ് എടുത്തിട്ടുണ്ട്, ഞാൻ കുറേ ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ പിന്നെയും ടെസ്റ്റ് ചെയ്തു, ഇപ്പോഴും എനിക്ക് ആ ചുമയുണ്ട്. പക്ഷേ ഞാൻ എപ്പം പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴാണ് ആ ചുമ വരുന്നത്. അപ്പോൾ എനിക്കറിയാം എന്നെ അത് ശല്യം ചെയ്യുന്ന ഒരു ദുഷ്ടാരൂപിയുടെ ഉപദ്രവമാണെന്ന്. ഞാൻ എപ്പോൾ ക്ലാസ്സിലെടുക്കണോ വലിയ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ, ഇപ്പം ഞാൻ വർത്തമാനം പറയുന്ന പോലെ ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഹോട്ട് വാട്ടർ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഇന്നിവിടെ വന്നപ്പോഴും ഞാൻ ആ വിശുദ്ധ തൈലമെടുത്ത് ഞാൻ കുരിശ വരച്ചു. അപ്പോൾ എനിക്കതിൽ സൗഖ്യം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനം പത്രമായിട്ട് ഞാൻ ചെയ്യുന്നത് ആദ്യമായിട്ട് ഞാൻ 2018. പിന്നീട് ഈ കാലഘട്ടത്തിൽ എനിക്ക് ഈ പത്രത്തിനെ പറ്റി കൂടുതലും മനസ്സിലായപ്പം ഞാൻ അതിനെ ഒരു ചൈനീസ് അറിയാവുന്ന ഒരു സ്ത്രീക്ക് ഷെയർ ചെയ്തു. അപ്പോൾ അവൾ പറഞ്ഞ് നമുക്കത് മാറ്റാം. അപ്പോൾ ഞാൻ മലയാളത്തിലെ പത്രത്തിനെ ഇംഗ്ലീഷിലേക്കാക്കി അവൾക്ക് കൊടുത്തു. അപ്പോൾ എനിക്ക് സിസ്റ്റർ ജോമോൾ എനിക്ക് ഇംഗ്ലീഷ് PDF ഇട്ട് തന്നു. അപ്പം ഞാനാണ് അതിന് ചൈനീസിനായിട്ട് സഹായിക്കാൻ എന്നെ മാതാവ് അത് ഉയർത്തി. എൻ്റെ ചൈനീസ് വലിയ ഇതൊന്നുമില്ലെങ്കിലും എനിക്കതിനെ വായിക്കുമ്പോഴും മനസ്സിലാക്കാനുള്ള കൃപയുണ്ട്. അത് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാൻ എനിക്ക് മാതാവ് എന്നെ സഹായിക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിന് നന്ദി പറയുന്നു. എനിക്ക് കിട്ടുന്ന പത്രം ഞാൻ ഫിലിപ്പീനിയൻസ് ഒത്തിരി ഉണ്ട് ഞങ്ങളുടെ പള്ളികളിൽ, അവർക്ക് വേണ്ടി ഞാൻ തഗാളോ പത്രം മേടിക്കും. പിന്നെ ഇവിടെയുള്ള സമയത്ത് ഞാൻ ഇംഗ്ലീഷും മലയാളവും കൊണ്ടുപോകും. മലയാളം പത്രമൊക്കെ ഞാൻ കൊല്ലത്ത് പോയപ്പം കൊല്ലത്ത് കൈകെട്ടി ഈശോയുടെ അടുത്ത് കുർബാന കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു പ്രത്യേക ഒരു ധൈര്യമാണ്. എനിക്കൊന്നും നാണിക്കാനൊന്നും ഞാൻ തോന്നില്ല. അച്ഛൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ താഴുമ്പം മാതാവ് നമ്മളെ ഉയർത്തും എന്നുള്ളത് ഞാൻ എല്ലാവർക്കും സന്തോഷമായിട്ട് കൊടുത്തു. അതെനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ തോന്നുന്നത്. എപ്പോഴൊക്കെ ക്ലാസ് റൂമിലാണെങ്കിലും ഞാൻ കൃപാസന മാതാവിനെ അല്ല ഈശോയെ പറയാത്ത ദിവസങ്ങളില്ല. എല്ലാ ദിവസവും ആരോടെങ്കിലും പറയണമെന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അറിയാം ഞാൻ ഈശോയെ സ്നേഹിക്കുന്നയാളാണ്. എൻ്റെ ഒരു കാത്തലിക് സ്കൂളിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഞങ്ങളുടെ സ്കൂൾ മോട്ടോ ദ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത് എന്നാണ്. അപ്പം ഞാൻ എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാനിങ്ങനെ എന്ത് ചെയ്യും, അവിടെ ആർക്കും നമുക്ക് ഫ്രീ ആയിട്ട് പോയി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്നൊന്ന് വിഷമിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ പള്ളിയിലൊരു വിയറ്റ്നാമീസ് അച്ഛൻ വന്നു. അച്ഛന് ചൈനീസ് പഠിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛന് ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റീനെ ഏൽപ്പിച്ചു. അപ്പോൾ ഒട്ടും ഇംഗ്ലീഷ് അറിയത്തില്ല. കുറച്ച് നാൾ ഇംഗ്ലീഷ് പഠിച്ചു. അപ്പോൾ ഞാനൊരു ഇംഗ്ലീഷ് ടീച്ചർ ആയതുകൊണ്ട് ഞാൻ അച്ഛനെ സഹായിക്കാൻ നോക്കാം. അപ്പോൾ അച്ഛൻ ഭയങ്കര സന്തോഷമായി. ഞാൻ എല്ലാ വീക്കിലും സാറ്റർഡേ പോയി അച്ഛൻ ഇംഗ്ലീഷ് പഠിപ്പിക്കും. അച്ഛൻ ഇംഗ്ലീഷിൽ സെർമൺ ഉണ്ടാക്കുന്നത് ഞാൻ അച്ഛനെ സഹായിക്കും. അത് കഴിഞ്ഞ് അച്ഛനെ കൊണ്ട് ഞാനത് കുറേ പ്രാവശ്യം പറയിപ്പിച്ച് അത് കറക്റ്റ് ചെയ്ത് അച്ഛന് കോൺഫിഡൻസ് കൊടുത്ത് അച്ഛൻ നന്നായിട്ട് ഇംഗ്ലീഷിൽ പ്രസംഗം പറയാനും ഒക്കെ തുടങ്ങി. അതെനിക്കൊരു ഭയങ്കര ഇതാണ്. പക്ഷേ അച്ഛൻ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ തിരിച്ചു പോകേണ്ടി വന്നു വിയറ്റ്നാമീസിലേക്ക്. അപ്പോൾ പിന്നീടുള്ള കാലം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മ പറയും, പരിശുദ്ധ അമ്മേനോട് പറയും, ഇന്ന ആൾക്ക് ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഇന്ന ഗ്രൂപ്പിന് നീ സഹായിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ അതുപോലെ പ്രവർത്തിക്കും. ചിലപ്പോൾ ഒരുങ്ങിയിട്ടൊന്നും ആയിരിക്കില്ല. പള്ളിയിലിരിക്കുമ്പോൾ മാതാവ് പറയും, ആ കൊയറിലുള്ളവരെല്ലാവരും മദേഴ്സ് ഡേ അല്ലേ ഇന്ന്, അവരെല്ലാം ഫിലിപ്പീൻസിൽ നിന്ന് വരുന്നവരാ, അവരുടെ ഫാമിലിയൊക്കെ ഫിലിപ്പീൻസിൽ, അവർക്ക് ആരുമില്ല, നീ നിൻ്റെ കൊച്ചുങ്ങളെ കൊണ്ടുപോയി അവരെ വിഷ് ചെയ്തിട്ട് അവർക്കൊരു കുറച്ച് പൈസ കൊടുക്കുക, അവർ നല്ല സെലിബ്രേറ്റ് ചെയ്യട്ടെ എന്ന്. അപ്പോൾ അത് എനിക്ക് തോന്നി. പിന്നെ എൻ്റെ ഹസ്ബൻഡ് പറയും, അപ്പം തന്നെ അത് ചെയ്യും ഞങ്ങൾ. ഓരോന്ന് വെച്ച് ഞങ്ങൾ പുറത്ത് പോകുമ്പോഴാണ് ഞങ്ങൾക്ക് ഇന്ന വ്യക്തിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് തോന്നിപ്പിക്കും മാതാവ്. അപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ ഞങ്ങളിങ്ങനെ ചെയ്യണമല്ലോ എന്ന് ഓർത്ത് പോയി ചെയ്യല, കടമ തീർക്കാൻ ചെയ്യില്ല. ഇന്ന് ചെയ്തില്ലെങ്കിൽ നാളെ മാതാവ് ഞങ്ങൾക്ക് വഴിയിൽ കാണിച്ചു തരുന്നുണ്ട്. അതിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, പലരും, ഞാനൊരു സീറോ മലബാർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്. ഏറ്റവും കൂടുതൽ കൃപാസനത്തെ ദൂഷിക്കുന്നത് ഈ ശുശ്രൂഷ മേഖലയിലുള്ളവരാണ്. അവർക്ക് ഓരോ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അവർക്ക് അതിൽ കൂടുതൽ അവരുടെ ഗ്രൂപ്പിൽ വിട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പല പ്രാവശ്യം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡിലൂടെ കൃപാസനത്തെ നോക്കുമ്പോൾ കൃപാസനം റിയലി എൻ അക്കാഡമി ഓഫ് സ്പിരിച്വൽ വെൽബീയിങ്, സ്പിരിച്വൽ ഡിസിപ്ലിൻ. എനിക്ക് അതേ പറയാനുള്ളൂ. ഇപ്പോൾ ഞാൻ നോക്കുമ്പം നമുക്കൊരു സ്കൂളാണെങ്കിലും ഒരു സൊസൈറ്റി ആണെങ്കിലും ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും ഒരു ഡിസിപ്ലിൻ ഉണ്ട്, ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ട്. ഈ കൃപാസനത്തിൽ പരിശുദ്ധ അമ്മയുടെ സ്ഥാനത്തിൽ വരുന്നവരെല്ലാവരും തിരിച്ചു പോകുന്നത് വിശുദ്ധിയിൽ വളർന്നുകൊണ്ടാണ്. എനിക്കതിൽ പരിശുദ്ധ അമ്മ എന്നെയും കൂടി അത് കൂട്ടിച്ചേർത്തതിൽ ഈ കൃപാസനത്തിൻ്റെ ഒരു പാർട്ട് ഓഫ് ദാറ്റ് ലൈഫ് ആകാൻ എന്നെ സഹായിച്ചതിന് അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. ഞാൻ പറയുന്നത്, എല്ലാവരും കൃപാസനത്തെ ഒരു വേ ഓഫ് ലൈഫായിട്ട്, നമുക്ക് രണ്ടാം വരവിനായി ഒരുങ്ങി നിൽക്കുന്ന നമുക്ക് കിട്ടുന്ന ഭൗതിക ആവശ്യത്തെക്കാൾ കൂടുതലായിട്ട് ആത്മീയതയിൽ വളരാനും ഡീപ്പ് റൂട്ടാകാനായിട്ടും നമുക്ക് ഒരുങ്ങാനുള്ള ഒരു ലാസ്റ്റ് സ്റ്റേജ്
ഒരു ഒരു സാഹചര്യമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഒരു സ്കൂൾ ഓഫ് സ്പിരിച്വൽ വെൽബീയിങ് ആൻഡ് സ്പിരിച്വൽ ലൈഫ്. ഓക്കെ, ഞാനിവിടെ കഴിഞ്ഞ കൊല്ലം അച്ഛൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾക്കൊരു ഇതായിരുന്നു, ഭയങ്കര പാട്. ഞങ്ങൾ ഒറ്റയ്ക്കുള്ളൊരു ജീവിതമാണ് അവിടെ ഹോങ്കോങ്ങിൽ. അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പ്ലാനുണ്ട്. ഞാൻ വീടില്ലാതെ അലഞ്ഞപ്പോൾ മാതാവ് എനിക്ക് 3 ബെഡ്റൂം ഫ്ലാറ്റ് ഇവിടെ തന്നു. ഹോങ്കോങ്ങിൽ ഞങ്ങൾ വീട് വിറ്റിട്ട് ഇട്ടെറിഞ്ഞ് പോകുന്ന, പിന്നെയും തിരിച്ച് മാതാവ് ഞങ്ങളെ കുടുംബമായിട്ട് അവിടെ കൊണ്ട് ഞങ്ങൾക്കൊരു വീട് മേടിക്കാനുള്ള സാഹചര്യം തന്നു അവിടെ. അപ്പോൾ ഞങ്ങൾക്ക് വലിയ ലോണൊക്കെ ഉണ്ട് അവിടെ. എന്നാലും ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കും. അപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ച മാതാവ് പറഞ്ഞു, ഇപ്പോൾ കൊടുക്കാനുണ്ടല്ലോ എന്ന്. എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇപ്പോൾ കൊടുക്കാനുണ്ടല്ലോ, അത് അന്നേരമല്ലേ എന്ന്. അപ്പം ഞങ്ങൾ അതിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇപ്പം ഞങ്ങൾക്ക് ജോലിയുണ്ട്, ജോലി ഇട്ടിട്ട് പോരാന്ന് അച്ഛൻ പറഞ്ഞു ഞങ്ങളോട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഭയങ്കര ഷോക്കായതാണ്. ജോസഫ് അച്ഛൻ പറഞ്ഞു ഞങ്ങളോട്, നിങ്ങളെ മാതാവ് നോ എന്നാണ് പറയുന്നത്. ഞാൻ അച്ഛനിങ്ങനെ എഴുതാൻ പറഞ്ഞു ഞങ്ങളോട് പല ലെറ്റേഴ്സ്. അപ്പോൾ അതിൽ യു ഉണ്ട്. അപ്പം ഹസ്ബൻഡും ഞാനും ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത് അച്ഛൻ എഴുതി വെച്ചിരുന്നു മറുവശത്ത്. ഞാനപ്പം അപ്പോൾ എച്ച് എന്ന് ഞാൻ എടുത്തില്ല. എച്ച് എന്ന് പറഞ്ഞാൽ ഹോങ്കോങ്, നോനിഡ്. അപ്പം ഞാൻ സി എന്നിട്ടു. അത് സി ആണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇത് ചൈനയാണ്, തിരിച്ച് നിങ്ങളോട് ചൈനയിലേക്ക് പോകാനാണ് പറയുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ ഞങ്ങൾക്ക് ഭയങ്കര വർക്ക് പ്രഷറുണ്ട്, കൊച്ചുങ്ങളുടെ കാര്യമൊന്നും നോക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അച്ഛൻ ഒത്തിരി നേരം തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് വരുവേ വേണ്ടെന്നാണ് മാതാവ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാനത് കഴിഞ്ഞ പിന്നെ എനിക്ക് ഒരു ചിന്തയില്ല. അവിടെ ചെന്നപ്പം ഭയങ്കര പീസ്ഫുള്ളാണ്. 6 മാസം ഇങ്ങനെ പോട്ടെ എന്ന് വെച്ചാൽ പറഞ്ഞു. 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, എന്നാൽ 6 മാസം കഴിയുമ്പോൾ തിരിച്ച് പോകാനായിരിക്കുമെന്ന്. പക്ഷേ ഇപ്പോഴും ഞങ്ങൾക്ക് തോന്നുന്നത്, മാതാവ് വിളിക്കുമ്പോൾ മാതാവ് എല്ലാം ഒരുക്കി വെച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വരുള്ളൂ. മാതാവിൻ്റെ സമൃദ്ധമായ അനുഗ്രഹത്താലും സംരക്ഷണത്താലുമാണ് ഞങ്ങൾ, മാതാവിൻ്റെ നീല കാപ്പയിലാണ് ഞങ്ങൾ ഇന്ന്. ഒരു കാര്യം കൂടി പറഞ്ഞു, ഞാൻ എപ്പോഴും എല്ലാവരും കേൾക്കും സഞ്ചാരി മാതാവാണ്, സുഗന്ധാഭിഷേകം കൊണ്ട്. ഞാൻ ഒരിക്കലും മാതാവിനോട് ഇത് ചോദിച്ചിട്ടില്ല. പക്ഷെ ഒരു പ്രാവശ്യം എനിക്ക് മാതാവ് എൻ്റെ കൂടെ ഉണ്ടോ എന്നറിയാമെന്നുള്ളതിൽ തിരിച്ച് ചെന്നപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഒരു സൺഡേ പ്രാർത്ഥിക്കുക. ഒരു രൂപം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇവിടുന്ന്. ആ രൂപത്തിന് മുമ്പ് ഞാൻ പ്രാർത്ഥിക്കുക, മാതാവേ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു സുഗന്ധാഭിഷേകം തരണേന്ന്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അടുക്കളയിലാണ്. അപ്പം ഞാനതിങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ നല്ല മണം ഇങ്ങനെ വരുക. മുല്ലപ്പൂവാണോ പെർഫ്യൂമാണോ, ഞങ്ങളാരും പെർഫ്യൂം ഒന്നും വെച്ചില്ല സൺഡേ വീട്ടിലിരിക്കുന്ന സമയം. അപ്പോൾ ഞാൻ അങ്ങോട്ട് അടുക്കളയിലേക്ക് വരുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, എനിക്കും കിട്ടുന്നുണ്ടെന്ന് മണം. അപ്പോൾ ഒറ്റ പ്രാവശ്യം ഞങ്ങൾക്ക് നല്ല സുഗന്ധാഭിഷേകം കിട്ടി. ഞാൻ പറഞ്ഞു, ഇനി വേണ്ട, മതി, എനിക്ക് സന്തോഷമായി, ഞാൻ ഒരു അടയാളങ്ങളും ചോദിക്കാമെന്ന് പറഞ്ഞു. എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. ഇനിയുള്ള പ്രേവിശ്രം ഞങ്ങളെ എല്ലാവരും പറയുന്നത്, ഞങ്ങളെ ദൈവമായിട്ട് ഞങ്ങളെ ചൈനയിലേക്ക് അയച്ചിരിക്കുന്നതാണെന്ന്. ഞാൻ ചൈനീസ് ഭാഷ പറയുന്നുണ്ട്. ചൈനയിൽ എവിടെയെങ്കിലും കിട്ടിയാൽ, എൻ്റെ ഹസ്ബൻഡാണെങ്കിലും ഇപ്പോൾ ട്രാൻസ്ലേഷൻ ഉപയോഗിച്ച് എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്. എനിക്ക് എല്ലാ ദിവസവും പോകാൻ പറ്റത്തില്ലെങ്കിലും ഞാൻ 1 മണിക്കൂർ യാത്ര ചെയ്താണ് പോകുന്നത്. എല്ലാ പ്രാവശ്യം പോകുമ്പോഴും വരുമ്പോഴും ഞാൻ അച്ഛൻ്റെ അല്ലെങ്കിൽ സാക്ഷ്യങ്ങൾ കേൾക്കും, കൊന്ത ചെല്ലും, പ്രാർത്ഥിക്കും. ആരെങ്കിലും ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി തരും പറയാനായിട്ട്. അപ്പം ഞങ്ങളൊരു ലിവിങ് വിറ്റ്നസ് ആയിട്ടാണ് ഞങ്ങളുടെ പള്ളിയിലാണ്. ഇപ്പോൾ അത് കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ ഞങ്ങളുടെ വികാരി അച്ഛൻ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് എക്സ്ട്രോഡിനറി മിനിസ്റ്ററായിട്ട് യൂക്കറിസ്റ്റിക് മിനിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി പോയാൽ പറ്റില്ല, കൊച്ചുങ്ങൾ ചെറുതാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ അതിൽ ഫുൾ ടൈം ആയിട്ട് ഞാൻ സൺഡേ എക്സ്ട്രോഡിനറി യൂക്കറിസ്റ്റ് മിനിസ്റ്ററായിട്ട് പാരീഷിൽ സഹായിക്കുന്നുണ്ട്. പിന്നെ ഫിലിപ്പീനോ ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റിയിൽ ഞാൻ സാക്ഷ്യം പറയാനും. നിങ്ങളിവിടെ കഴിഞ്ഞ കൊല്ലം 2025 ഒക്ടോബർ മാസത്തിൽ റാലി ചെയ്ത് അതേ ദിവസം ഞങ്ങൾക്ക് അവിടെ ഞങ്ങളുടെ പള്ളിയിൽ എന്നെ അവർ പ്രത്യേകം വിളിച്ചു, ഒരു മാതാവിൻ്റെ ടെസ്റ്റിമണി പറയാമോ നിങ്ങൾ. അന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞപ്പോഴും പിന്നെ എഡ്യൂക്കേഷൻ ഡേ പാരിഷ് പ്രീസ്റ്റ് ചോദിച്ച് ഞങ്ങളോട് ഷെയർ ചെയ്യാമോന്ന്. പല കാര്യത്തിലായിട്ട് മാതാവ് ഞങ്ങളെ ഒരുക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. അതിനെല്ലാം ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ആമേൻ. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്തരുവികളും ഞാൻ ഒഴുക്കും. നിൻ്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിൻ്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 44-ാം അധ്യായം 3-ാം വചനമാണ്. ഉടമ്പടിയിൽ വിശ്വാസത്തോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം തൻ്റെ കൃപ നമുക്ക് നൽകുകയാണ്. വരണ്ട ഭൂമിയിലേക്ക് ഒരു പക്ഷേ ആത്മീയ വരൾച്ചയാവാം, ജോലിയില്ലായ്മയാവാം, കുടുംബ പ്രശ്നമാവാം, രോഗാവസ്ഥയാവാം, പലതരം ദുഃഖങ്ങളാവാം. എന്തു തന്നെയായാലും മനസ്സ് തളർന്നിരിക്കുമ്പോൾ, പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ ദൈവം പുതിയ ഒരു ശക്തി നൽകുകയാണ് നമുക്ക് ഉടമ്പടിയിലൂടെ. ഉടമ്പടിയിൽ വിശ്വാസത്തോടെ പാലിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി പരിശുദ്ധ അമ്മ മാതാവിനിലൂടെ ഈശോയുടെ അനുഗ്രഹം നമുക്ക് പ്രാപിക്കാം എന്നുള്ളൊരു വലിയ സാക്ഷ്യമാണ്
മേരി ജോസഫ് എന്ന മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. നമുക്കറിയാം, ചൈനയിൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. ഈ മകൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കുകയും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് അമ്മയുടെ കൂടെയാണ് ജീവിതയാത്ര തുടരുന്നത്. ഈ മകൾ പറഞ്ഞത് ആദ്യം ഒരു ഫ്ലാറ്റ് വേണമായിരുന്നു, ഒരു വീടായിരുന്നു ആഗ്രഹിച്ചത്. അത് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കാൻ സാധിക്കുകയും 13 വർഷമായിരുന്ന മകൻ്റെ എക്സിമോ എന്ന സിക്നെസ് അതും കംപ്ലീറ്റായിട്ട് ക്യൂർ ആക്കാൻ സാധിച്ചത് അതും ഉടമ്പടിയിൽ വന്നതിന് ശേഷമാണ്. പിന്നെ മകന് കിട്ടിയ അഡ്മിഷൻ, സെക്കൻഡറി സ്കൂൾ അഡ്മിഷന് അവിടെ വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം വീനോ ദ ഡിഫറൻസ്, റേസ് ഡിഫറൻസ് ഉണ്ട്, പിന്നെ കൾച്ചറൽ ഡിഫറൻസസ് എല്ലാം കൂടെ നോക്കുമ്പോഴത്തേന് അവിടെ പ്രൊഫഷണൽ പ്ലസ് എഫിഷ്യൻസി ഒക്കെ നോക്കിയാണ് അഡ്മിഷൻ കിട്ടുക. പക്ഷെങ്കിൽ ഇവിടെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ഈ മകന് ലഭിച്ച കൃപയായിട്ടാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അതായത് ആദ്യം ഈ മകന് സി ഗ്രേഡ് കിട്ടുകയും പിന്നീട് ബി ഗ്രേഡ് ആവുകയും പിന്നീട് എ ഗ്രേഡിലേക്ക് മാറുവാൻ സാധിച്ചതെല്ലാം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉടമ്പടിയിൽ നമുക്ക് മെറിറ്റ് ഇല്ലെങ്കിൽ തന്നെയും കൃപയിൽ നമുക്ക് മെറിറ്റാക്കിയാണ് ഈശോയും അമ്മയും ചേർന്ന് നിന്ന്. അങ്ങനെയാണ് ഈ മകന് നല്ല ഒരു ഫേമസ് പ്രസ്റ്റീജിയസ് സ്കൂളിൽ തന്നെ ആഗ്രഹിച്ച പ്രകാരം തന്നെ ഒരു അഡ്മിഷൻ കിട്ടുകയാണ്. പിന്നീട് +2 ഈ മകളൊരു +2 സ്കൂളിലെ ടീച്ചറാണ്. +1 +2 എക്സാമിന്, അതായത് DSC എക്സാം, ഡിപ്ലോമ ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷനാണ് അവിടെ മെയിനായിട്ടുള്ളത്. ആ എക്സാമിന് വേണ്ടിയിട്ട് തൻ്റെ സ്റ്റുഡൻസിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി നല്ലൊരു റിസൾട്ട് കിട്ടുവാനായിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് തന്നെ ലാസ്റ്റ് ഇയറിൽ നല്ല മെറിറ്റോട് കൂടി നല്ല റിസൾട്ട്, നല്ല പെർഫോമൻസ് ആയിരുന്നു. അവിടെയും ഈശോയുടെയും അമ്മയുടെയും കൃപയാലാണെന്നാണ് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് 16 വർഷം പഠിപ്പിച്ചിരുന്ന സ്കൂളാണ്. അപ്പോൾ നോൺ ചൈനീസിന് അവിടെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന് വെച്ചാൽ പല പല തടസ്സങ്ങളുണ്ടായിരുന്നു. അവിടെയെല്ലാം ഈശോയുടെയും അമ്മയുടെയും കൃപയാൽ ആ തടസ്സങ്ങളെല്ലാം മാറ്റി, കുടുംബത്തിലെ തടസ്സങ്ങളും ജോലി സ്ഥലത്തെ തടസ്സങ്ങളെല്ലാം മാറ്റി ഈശോയും അമ്മയും നല്ലൊരു സ്ഥലം തന്നെ ഒന്ന് ക്രമീകരിച്ച് കൊടുക്കുകയാണ്. അവിടെയും ഈശോയുടെയും അമ്മയുടെ ഒരു വലിയ കൃപയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസിന് വേണ്ടി പരിശുദ്ധാത്മാവ് കൂടെ വരാനായിട്ട് വിസ്ഡം ആൻഡ് പ്രൂഡൻസിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അവിടെയും ഈശോയുടെയും അമ്മയുടെയും കൃപയാൽ പരിശുദ്ധാത്മാവിൻ്റെ ആ കൃപ, ആ അനുഗ്രഹം അനുഭവിക്കാനായിട്ട് ആ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നാണ്. പിന്നീട് പറഞ്ഞത് സ്കൂളിൽ ഒബ്സർവേഷൻ ഡേയിൽ എല്ലാ രീതിയിലും നല്ല രീതിയിൽ കൊണ്ടുപോകാനും നല്ല രീതിയിൽ അത് ചെയ്യുവാനൊക്കെ സാധിച്ചതെല്ലാം ദൈവത്തിൻ്റെ കൃപയാലാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉടമ്പടിയിൽ നിബന്ധനകൾ പാലിച്ച് നിബന്ധനകൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഗ്രേസ് ആഫ്റ്റർ ഗ്രേസ്, കൃപ ആഫ്റ്റർ കൃപ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഈ മകളുടെ ജീവിതത്തിൽ പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിലും പല ഭാഷകളിൽ, അതായത് തെഗാലോ, ചൈനീസ്, ഇംഗ്ലീഷ്, മലയാളം ഭാഷകളിൽ കൃപാസനം പത്രം മേടിക്കുകയും അതുതന്നെയല്ല ഇംഗ്ലീഷ് ടു ചൈനീസ് ട്രാൻസ്ലേഷൻ ചെയ്ത് ഈ സഹോദരിയും കൂട്ടുകാരിയും കൂടെ ചേർന്ന് നിന്നാണ് ചൈനീസ് പത്രത്തിന് വേണ്ടിയിട്ട് വളരെ ഒരു എഫേർട്ടാണ് എടുക്കുന്നത്. അതൊക്കെ ഈശോയുടെ അമ്മയ്ക്കും കൊടുക്കുന്ന ഒരു അനുഗ്രഹം, അതിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമാണ്. ഈശോയും അമ്മയും അവരെ എത്രമാത്രം സ്നേഹിക്കുന്നു, അതുപോലെ തന്നെയാണ് ഈ കുടുംബവും ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന് ഈശോയ്ക്കും അമ്മയ്ക്കും വേണ്ടിയിട്ട് പത്രം ട്രാൻസ്ലേറ്റ് ചെയ്യുകയും അവിടെയുള്ള കുട്ടികൾക്ക് അവിടെയുള്ള ആൾക്കാർക്ക് പത്രം കൊടുക്കുകയും പിന്നെ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് മലയാളം പത്രം മേടിച്ച് മറ്റുള്ളവർക്ക് പങ്ക് ചെയ്യുമൊക്കെ കാരുണ്യ പ്രവർത്തികളും അതുപോലെ തന്നെ കഴിയുന്നതിൻ്റെ പരമാവധി കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ആത്മീയ ജീവിതമാണെങ്കിലും കുടുംബത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും ജപമാല നമ്മൾ ടൈം ഷോർട്ടായിരുന്നു, അതുകൊണ്ടാണ് ഷോർട്ട് ചെയ്ത് അവിടെ ഷെയർ ചെയ്തപ്പോൾ ജപമാലയും കുർബാനയും കുമ്പസാരവും എല്ലാം അതായതിൻ്റെ രീതിയിൽ, അതായത് ഉടമ്പടിയുടെ നിബന്ധനകൾ അനുസരിച്ച് പാലിച്ച ഒരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈശോയും അമ്മയും ഈ മക്കളോട് ചേർന്ന് നിന്ന് ചൈനയിലും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാനായിട്ടുള്ള ഒരു കൃപ ഈ സഹോദരിക്ക് കൊടുക്കുന്നത്. ഉടമ്പടിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ആശ്രയിച്ച് ആ നിബന്ധനകൾ പാലിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ എല്ലാ വരൾച്ചകളിലും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമെല്ലാം ഈശോയുടെ അമ്മയുടെയും കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ദൈവത്തിൻ്റെ സാക്ഷികളായിട്ട് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി നമ്മളെയും തീർക്കുകയാണ്.
ആ കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. ഈശോയുടെയും അമ്മയുടെയും ചേർന്ന് നിന്നുകൊണ്ട് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഈശോയെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപയ്ക്കായി, അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. മേരി ജോസഫിന് കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.